വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമുണ്ട്, അത് വടകരയാണ്. സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ വടകര മണ്ഡലത്തിലെയും ജനങ്ങൾ ആർക്കൊപ്പം എന്ന് നോക്കാം. ആദ്യം ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് നേടാനായത് ആലപ്പുഴയിലെ വിജയമായിരുന്നു. 20-ൽ 19 മണ്ഡലങ്ങളും UDF നേടിയെടുത്തപ്പോൾ ആലപ്പുഴ മണ്ഡലമാണ് LDFന് പിടിക്കാനായത്. AM ആരിഫിലൂടെയാണ് മണ്ഡലം നിലനിർത്താൻ CPMന് അന്ന് കഴിഞ്ഞത്. അന്ന് UDFനായി മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു. എന്നാൽ ഇത്തവണ LDFന് വിജയം കൊയ്യാനാകുമോ അതോ UDF ആകുമോ വിജയം നേടുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ആലപ്പുഴ ആര് നേടും എന്നത് സംബന്ധിച്ചുള്ള സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ LDFനെ മണ്ഡലം കൈവിടുമെന്നും അതുപോലെ തന്നെ UDFന് വേണ്ടി KC വേണുഗോപാൽ വിജയം നേടുമെന്നുമാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എന്നാൽ എല്ലാ സർവേ ഫലങ്ങളെയും കീഴ്മേൽ മറിക്കുക എന്ന ലക്ഷ്യത്തോടെ LDF പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് മണ്ഡലത്തിൽ LDFന്റെ ചിത്രം മാറ്റിയതെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണ എന്തു വില കൊടുത്തും 20-ൽ 20 സീറ്റുകളും പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് UDF KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ വീണ്ടും തീരുമാനിച്ചത്. KC വേണുഗോപാൽ 2009-ലും 2014-ലും വിജയിച്ച മണ്ഡലം കൂടിയാണ് ആലപ്പുഴ മണ്ഡലം. ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന് ഏറെ പിന്തുണ ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ KCക്കുള്ള ജനപിന്തുണ തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം കൂട്ടുന്നതും. കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പിലും പ്രകടമാകും എന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ മണ്ഡലത്തിൽ 1.69% വോട്ടുകൾ കോൺഗ്രസിന് അധികമായി ലഭിക്കുമെന്ന് സർവേ പറയുന്നുണ്ട്. UDFന്റെ ആകെ വോട്ട് 42.18% ഉയരുമെന്നാണ് സർവേയുടെ പ്രവചനം. അതേസമയം തന്നെ LDFന്റേത് 37.68% കുറയുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. KCക്കൊപ്പം BJPക്കായി ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതാണ് LDFന്റെ വോട്ട് വിഹിതം കുറയാൻ കാരണമാകുകയെന്നാണ് സർവേയിൽ പറയുന്നത്. നേരത്തെ തന്നെ 24 ന്യൂസ് സർവേ ഫലവും മണ്ഡലത്തിൽ UDFന്റെ വിജയമായിരുന്നു പ്രവചിച്ചിരുന്നതും. KC വേണുഗോപാൽ വിജയിക്കുമെന്നും അതുപോലെ 41.12% പേരാണ് ഈ ഒരു കാര്യം അഭിപ്രായപ്പെട്ടതും. AM ആരിഫ് ജയിക്കുമെന്ന് 39.7% പേരും ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് 18% പേരും സർവേ പ്രകാരം അഭിപ്രായപ്പെടുകയുണ്ടായി. അതേസമയം തന്നെ UDFന് അനുകൂലമായ സർവേകളുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ പ്രചരണത്തിന്റെ രീതിയിലെല്ലാം തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ് LDF. സർവേ ഫലങ്ങളെ ഒക്കെ തന്നെ മാറ്റിയെഴുതുക എന്ന ലക്ഷ്യത്തോടെ പ്രചരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് LDF. ആലപ്പുഴ മണ്ഡലത്തെ പോലെ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു മണ്ഡലം കൂടിയുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും തീവ്രമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ ആലപ്പുഴ പോലെ UDFന് അത്ര എളുപ്പമല്ലാത്ത ഒരു മണ്ഡലമാണ് വടകര. വടകര മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും അതുപോലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുക എന്നാണ് പ്രവചനം. പ്രചരണ പരിപാടികളിലും ഷാഫി പറമ്പിലും KK ശൈലജയും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടവും അവരുടെ കരുത്തു കാട്ടുന്ന തരത്തിലുള്ള ഒരു പോരാട്ടവുമായിരുന്നു നടന്നത്. LDF വളരെ ജനസമ്മതയായ ഒരു വനിതാ നേതാവിനെ, അതും മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരു വനിതാ നേതാവിനെ തന്നെ കളത്തിലിറക്കി മത്സരത്തിനെ നേരിടുമ്പോൾ TP എന്ന ഫാക്ടർ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഷാഫി പറമ്പിലും UDFും ശ്രമിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മുൻതൂക്കം ലഭിച്ച ഒരു മണ്ഡലമാണ് വടകര. കേരള ജനത ഒന്നടങ്കം ചർച്ച ചെയ്ത ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ മണ്ഡലത്തിലെ വിധി സത്യത്തിൽ പ്രവചനാതീതമാണ്. എന്നാൽ ഇത്തവണ ഇടതിനും വലതിനും വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടേണ്ടി വരിക. ഇടതുപക്ഷവും UDFും മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്.
UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയും ഒപ്പത്തിനൊപ്പമെന്നാണ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. രണ്ടുപേർക്കും 42.5% വോട്ടാണ് പ്രവചിക്കുന്നത്. UDFന് ഇത്തവണ 7% വോട്ട് കുറയുമെന്നാണ് സർവേയുടെ പ്രവചനം. അതേസമയം തന്നെ മുരളീധരന് പകരം മണ്ഡലം നിലനിർത്താനെത്തിയ ഷാഫിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് സർവേ നൽകുന്ന സൂചന. NDAയുടെ വോട്ട് വിഹിതത്തിൽ 6.17% വർധനവാണ് ഉണ്ടാവുക. LDFന്റെ വോട്ടിൽ 1.03% വർധനവാണ് ഉണ്ടാവുക. അതേസമയം തന്നെ ആലപ്പുഴയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ LDFന്റെ AM ആരിഫിനെ വീഴ്ത്തുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ലോക്സഭയിൽ CPMന് കേരളത്തിൽ നിന്നുള്ള ഏക MP ആരിഫാണ്. NDA മണ്ഡലത്തിൽ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ പറയുന്നത്. ജയം UDFനൊപ്പവും ആയിരിക്കും. KC വേണുഗോപാൽ 42.18% വോട്ട് നേടുമെന്നും അതേസമയം രണ്ടാം സ്ഥാനത്ത് AM ആരിഫ് എത്തുമെന്നും 37.68% വോട്ടാണ് ആരിഫിന് ലഭിക്കുക എന്നും പ്രവചിക്കുന്നു. അതേസമയം തന്നെ NDAക്ക് 18.91% വോട്ട് ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് ഇത്തവണ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് പ്രവചനങ്ങൾ. വോട്ട് കുറയുന്നത് മാത്രമായിരിക്കും ഇത്തവണ സംഭവിക്കുക എന്നും പ്രവചിക്കുന്നുണ്ട്. UDFന് 6% വോട്ടാണ് മലപ്പുറത്ത് ഇത്തവണ കുറയുക എന്ന് സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ജയം ET മുഹമ്മദ് ബഷീറിനൊപ്പമായിരിക്കുമെന്നും പറയപ്പെടുന്നു. LDFന്റെ വോട്ട് 6.12% ഉയരുന്നതായിരിക്കും. അതുപോലെ തന്നെ UDFന് 53.7%, LDFന് 37.92% വോട്ടാണ് ലഭിക്കുക. BJPക്ക് 8.24% വോട്ട് വരെ നേടാനാകുമെന്നും പറയുന്നുണ്ട്. അതേസമയം പൊന്നാനിയിൽ ഇടതുമുന്നണിക്ക് ഇത്തവണയും വിജയമുണ്ടാകില്ല എന്നാണ് സർവേയുടെ പ്രവചനം. അബ്ദുൾ സമദ് സമദാനി തന്നെ മണ്ഡലത്തിൽ വിജയിക്കുമെന്നും UDFന്റെ വോട്ട് ശതമാനം മണ്ഡലത്തിൽ കുറയുമെന്നുമാണ് പ്രവചനങ്ങൾ. UDFന് 51% വോട്ടാണ് ലഭിക്കുക. LDFന് 36.19% വോട്ടും ലഭിക്കുന്നതാണ്. LDFന് 3.9% വോട്ടിന്റെ വർധനവാണ് ഉണ്ടാവുക. BJPക്ക് വോട്ടിൽ 0.64% കുറവുണ്ടാകും. മൊത്തം 10.23% വോട്ടാണ് NDA നേടിയെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് മനോരമയുടെ സർവേ ഫലങ്ങൾ പറയുന്നത്. മനോരമയുടെ ഈ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത്.